നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ലോകം വ്യാപാര യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അനുസരിക്കാത്തവരെ താരിഫ് കുത്തനെ കൂട്ടി വരുതിയിലാക്കാൻ അമേരിക്ക ഫസ്റ്റുമായി വന്ന ട്രംപ് ഭീഷണി മുഴക്കുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നീക്കവുമായി ഇന്ത്യ. 27 രാജ്യങ്ങൾ, 45 കോടി ഉപഭോക്താക്കൾ, $1 ട്രില്യൺ ഇക്കണോമി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ, മദർ ഓഫ് ഓൾ ഡീൽസ്. ഇന്ത്യ ഒറ്റ കരാറിലെത്തുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ബ്ലോക്കിലേക്ക്. ട്രംപ് ഇതിന് എന്ത് മറുപടി നൽകും? ട്രംപിന്റെ താരിഫ് ഭീഷണിക്ക് മറുപടിയാണോ ഇത്? ഇന്ത്യ അമേരിക്കയെ വിട്ടുപോകുന്നില്ല, അമേരിക്കയെ ഭയക്കുന്നുമില്ല. താരിഫ് കൂട്ടുന്ന അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപ് നയത്തിന് മോദിയുടെ മറുപടി ഇന്ത്യ ഫസ്റ്റ്. ചൈനയെ സൈഡ് ലൈനിലാക്കി ഇന്ത്യയെ ഗ്ലോബൽ ട്രേഡ് പവർ ആക്കുന്ന മാസ്റ്റർ സ്ട്രോക്കോ ഇത്? യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളിൽ താരിഫ് പേടിയില്ലാതെ യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് ഇന്ത്യൻ വിപണിയിൽ. കർഷകരെയും MSMEകളെയും ബലി കഴിപ്പിക്കുമോ സീറോ താരിഫ് വ്യാപാരം? ഇന്ന് ഡിബേറ്റിൽ ഇന്ത്യ ജയിക്കുമോ യൂറോപ്പ് ജയിക്കുമോ? ട്രംപിന്റെ മറുപടിക്ക് ലോകം കാതോർത്തിരിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിനെ വിശേഷിപ്പിക്കുന്നത്. ഈ കരാറിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് നടന്നത്. ഇതിന്റെ സവിശേഷതകൾ ആദ്യം നോക്കാം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ യൂറോപ്പിലെ 27 രാജ്യങ്ങളുമായിട്ടുള്ള കരാറാണ് ഫലത്തിൽ നിലവിൽ വരിക. താരിഫില്ലാതെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ വിപണിയിൽ സുലഭമാകും. അതുപോലെ തന്നെ യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലും വില കുറച്ച് കിട്ടും. 27 യൂറോപ്യൻ രാജ്യങ്ങളുമായാണ് ഈ കരാർ വരുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ മാർക്കറ്റിൽ സുലഭമാകും എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. താരിഫ് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 10 മുതൽ 20% മാത്രം. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യൻ വിപണികളിലും. ഇന്ത്യയിൽ നിന്നുള്ള ഏതാണ്ട് 96.8% ഉൽപ്പന്നങ്ങൾക്ക് ഇത് ഗുണകരമായി മാറുകയാണ്. യൂറോപ്പിൽ നിന്നുള്ള 92.1% ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ സുലഭമായി കിട്ടും, താരിഫില്ലാതെ അല്ലെങ്കിൽ കുറഞ്ഞ താരിഫിൽ. താരിഫ് 0 അല്ലെങ്കിൽ 10 മുതൽ 20 കുറയും. നേരത്തെ ഇത് 50 മുതൽ 150% വരെ ആയിരുന്നു. ആ താരിഫാണ് കുത്തനെ കുറയുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ വഴി ഇതിന്റെ ഗുണഭോക്താക്കൾ ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും. ഇന്ത്യൻ കയറ്റുമതി കുതിച്ചുയരും ഇതിലൂടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂടും. കയറ്റുമതി കൂടുമ്പോൾ തൊഴിലവസരം കൂടും എന്ന പ്രധാനപ്പെട്ട പ്രത്യേകതകളുമുണ്ട്. ടെക്സ്റ്റൈൽസ് പോലുള്ള മേഖലകളിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടാവുകയും ചെയ്യും. യൂറോപ്യൻ കമ്പനികൾ ഇന്ത്യയിൽ വൻ നിക്ഷേപം നടത്തും. അതിന് കാരണം ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി താരിഫ് കുറയുന്നത്. ചൈനയ്ക്ക് പുറമെ ഇന്ത്യയെയും യൂറോപ്യൻ കമ്പനികൾ തെരഞ്ഞെടുക്കും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും ഇതിനുണ്ട്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ട്രംപിനുള്ള മറുപടി എന്ന രീതിയിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിന് കാരണം ട്രംപ് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിക്ക് താരിഫ് കുത്തനെ കൂട്ടിയിരുന്നു. ഇറക്കുമതി താരിഫ് കുത്തനെ കൂട്ടിയ ട്രംപിനുള്ള ഒരു തിരിച്ചടി എന്ന രീതിയിൽ കൂടിയാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള കരാറിനെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചേർന്നുള്ള മറുപടി. അമേരിക്കയെ ഇന്ത്യ ഭയക്കുന്നില്ല, അമേരിക്ക ഇന്ത്യയുടെ സുഹൃത്താണ്, അമേരിക്കയെ ഇന്ത്യ വിട്ടുപോകുന്നില്ല, പക്ഷേ ഭയക്കുന്നില്ല. ഇന്ത്യ ഇനി മൾട്ടി അലൈൻഡ് ട്രേഡ് പവർ ആയിരിക്കും എന്നുള്ള സന്ദേശം കൂടി നൽകുകയാണ്. അമേരിക്ക അല്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ, ബദൽ വിപണികൾ ഇന്ത്യ തേടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള കരാർ മാറുകയാണ്. സവിശേഷമായി പ്രഖ്യാപനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് ഈ കരാറിനെ വിശേഷിപ്പിക്കുന്നത്. ശ്രീ സിബി സത്യൻ, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ ഷാബു പ്രസാദ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, അമേരിക്ക താരിഫ് കൂട്ടി ഇന്ത്യയെ വെല്ലുവിളിച്ചിരുന്നു. അതിനുള്ള മറുപടിയായി തന്നെ ഇതിനെ കാണാമല്ലോ. ഇന്ത്യക്ക് ബദൽ മാർഗങ്ങളുണ്ട്, മറ്റു വിപണികളുണ്ട് എന്നുള്ള കൃത്യമായ സന്ദേശം നൽകുന്നതായി തന്നെ ഇതിനെ കാണാമല്ലോ, ഇല്ലേ, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായുള്ള ഈ കരാറിനെ? സമഗ്ര വ്യാപാര കരാർ, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, ഇതിന് അമേരിക്കയ്ക്കുള്ള മറുപടി എന്നത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യമാണെങ്കിലും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയാൽ ഇന്ത്യ ഹാസ് ഓപ്ഷൻസ് എന്നതിൻ്റെ വിളംബരമായിരുന്നു ഇത്. നോക്കൂ, രണ്ട് ജനതകൾ, യൂറോപ്യൻ യൂണിയനിലെ
ഏതാണ്ട് 48 കോടിയോളം വരുന്ന ജനങ്ങൾ, അത് 27 രാജ്യങ്ങളിലായി ചിതറി നിൽക്കുന്നു. ഭാരതം ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം, 142.5 കോടി ജനം. രണ്ടും കൂടി ചേരുമ്പോൾ ഏതാണ്ട് 2 ബില്യൺ പീപ്പിൾ, 200 കോടി ജനതയെ നേരിട്ട് ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള സമഗ്രമായ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന നിലയിൽ ഇത് പ്രാധാന്യം അർഹിക്കുന്നു. കാരണം അമേരിക്കയുമായുള്ള നമ്മുടെ വ്യാപാരം ഏതാണ്ട് $120 ബില്യൺ. സമഗ്രമായി നോക്കുമ്പോൾ യൂറോപ്യൻ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ $130 ബില്യൺ വ്യാപാരമാണ് ഘട്ടം ഘട്ടമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ഡെക്കേഡിൻ്റെ അവസാനം, ഈ ദശകത്തിൻ്റെ അവസാനം ഏതാണ്ട് $500 ബില്യൺ ഒരു റിയലിസ്റ്റിക് പ്രൊജക്ഷൻസ് ആണ് വരുന്നത്. നോക്കൂ, ഇത് ഊതി വീർപ്പിക്കുന്ന കണക്കല്ലല്ലോ. അല്ലല്ല, ഇത് യാഥാർത്ഥ്യ ബോധമുള്ള കണക്കാണ്. കാരണം 27 രാജ്യങ്ങളുണ്ട്. അത് ജർമ്മനിയെക്കുറിച്ച് മാത്രമോ ഫ്രാൻസിനെ കുറിച്ച് മാത്രമോ ഇറ്റലിയെക്കുറിച്ച് മാത്രമോ അല്ല. ഇത് സമഗ്രമായി മൾട്ടി ലാറ്ററലിസത്തിൻ്റെ ഒരു സമയമാണിത്. ഓരോരോ രാജ്യ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് ആ രാജ്യങ്ങളിൽ കിട്ടും. അതായത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കൂടും, അവിടുത്തെ ഇറക്കുമതി താരിഫ് കുറയുന്നത് വഴി. 100% കാര്യങ്ങളും ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന 90% മൂല്യമുള്ള 90% കാര്യങ്ങൾക്ക് ഏതാണ്ട് നികുതിയേ ഉണ്ടാവില്ല. ഇറക്കുമതി തീരുവ, അതായത് ടാരിഫ് ഉണ്ടാവില്ല. തുച്ഛമായ ടാരിഫ്, ബാക്കി ഉള്ളതിന് തന്നെ തുച്ഛമായ ടാരിഫാണ്. അതുകൊണ്ട് നമ്മളും ഇന്ത്യയും സ്വാഭാവികമായി തിരിച്ച് ചില കൺസെഷൻസ് കൊടുക്കണം. അത് ഏതാണ്ട് യന്ത്രങ്ങളുടെ ഇറക്കുമതി, അതുപോലെ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, ടെക്നോളജിയും കടന്നു വരും സ്വാഭാവികമായി. കാർ മേക്കേഴ്സ്, യൂറോപ്യൻ കാർ മേക്കേഴ്സ്, ഇപ്പം 3-4 കാർ മേക്കേഴ്സാണ് യൂറോപ്യൻ കാർ മേക്കേഴ്സ് ഇന്ത്യയിലുള്ളത്. അത് കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ചീപ്പർ ഒരു പ്രൊഡക്ഷൻ ബേസാണ് ഇന്ത്യയിലുള്ളത്. അതുമാത്രമല്ല, ഇന്ത്യ ഇത് എ ഹ്യൂജ് കൺസംഷൻ ബേസ്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ മെച്ചുവറായ ഒരു മാർക്കറ്റാണ്. ഈ രണ്ട് മാർക്കറ്റുകളുടെ സംയോജനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയുടെ മുഴുവൻ ചിന്ത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അമേരിക്ക ഇല്ലെങ്കിൽ കയറ്റുമതി രാജ്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് വേണം കയറ്റുമതി ചെയ്യാൻ ഡോളർ അധിഷ്ഠിത വ്യാപാരം. പക്ഷേ ഇവിടെ ഓപ്ഷൻസിനെ കുറിച്ച് ഒരു യൂറോപ്പിനെ ഒരു കൺസൈസായി എടുക്കാൻ ഇതുവരെ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞില്ല. ആ ഒരു ചിന്ത ആദ്യം വരുന്നത് യൂറോപ്പിനെ കൺസൈസ് യൂണിറ്റായി എടുക്കണമെന്ന് ആദ്യം ചിന്തിച്ച് 2007 അതിനുശേഷം പല റൗണ്ടുകളിലായി നെഗോഷിയേറ്റ് ചെയ്തു. 2013 ആയപ്പോൾ ഏതാണ്ട് ചർച്ചകൾ ഉപേക്ഷിച്ച മട്ടാണ്. പിന്നീട് ഈ ഭരണകൂടം, നരേന്ദ്രമോദിയുടെ ഭരണകൂടം 2014 അധികാരത്തിൽ വന്നതിന് ശേഷം 15 മുതൽ ചർച്ചകൾക്ക് ആയം വെച്ചു. 2022 മുതൽ വളരെ ഗൗരവമായിട്ടെടുക്കുകയും, പക്ഷേ ഇത് 2 ഡെക്കേഡ്സ് എങ്കിലും ആയിട്ടുണ്ടാവും. 2 ഡെക്കേഡ്സ്, 19 വർഷമായി ഈ പ്രോസസ്സ് തുടങ്ങി. 19ാമത്തെ വർഷമാണിത്. പക്ഷേ ഇത് പൂർണ്ണമായി കരാർ നിലവിൽ വന്നിട്ടില്ല എന്നുകൂടി ഓർക്കണമേ. നമ്മളെ തടസ്സം എന്താണുള്ളത്? അത് തടസ്സമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് 22 ഭാഷകളാണ് യൂറോപ്പിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നെഗോസിയേഷൻ നടന്നതും ചർച്ചകളിൽ ഒരു ധാരണയായതുമായ ആ ഒരു രേഖ ഇപ്പോൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അത് 22 യൂറോപ്യൻ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തതിനു ശേഷം 27 രാജ്യങ്ങളുടെയും പാർലമെൻറ്റുകൾ അവതരിപ്പിച്ച് ഒരു ലെജിസ്ലേറ്റീവ് കൺകറൻസ് വേണം, ഭരണകൂടത്തിന് അനുമതി വേണം. അതിനുശേഷം മാത്രമേ ഇത് റാറ്റിഫൈ ചെയ്യൂ. ആ റാറ്റിഫിക്കേഷന് സബ്ജക്റ്റ് ടു റാറ്റിഫിക്കേഷനാണ് ഈ ധാരണയായിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി അടുത്ത വർഷം ഇതേ സമയത്ത് ഈ കരാർ നിലവിൽ വരും എന്ന് പ്രതീക്ഷിക്കാം. ഒരു 3 ഡയമെൻഷണൽ ഇഫക്റ്റാണിത്. ഇത് കേവലം ഒരു ട്രേഡ് എഗ്രിമെൻ്റ് മാത്രമല്ല, ഇതൊരു 2ാം ലെവലിലേക്ക് നോക്കുമ്പോൾ ഇതൊരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൂടിയാണ്. ഒരു ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് കൂടി എന്ന് വേണമെങ്കിൽ പറയാം. ഡിഫൻസ് ടെക്നോളജിയുടെ ട്രാൻസ്ഫർ, വിമാനങ്ങളുടെ സ്പെയർ പാർട്സ് എന്ന് വേണ്ട ഇവിടുത്തെ ലോജിസ്റ്റിക്കൽ ബോട്ടിൽ നെക്സ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ സൈബർ സെക്യൂരിറ്റി യൂറോപ്പ് വളരെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഇനിയും ഏറെ വളരേണ്ടതുണ്ട്. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും സൈബർ സെക്യൂരിറ്റി കാര്യങ്ങളും മാരിടൈം സെക്യൂരിറ്റി ഇതെല്ലാം തന്നെ യൂറോപ്പ് ഇന്ത്യ ബന്ധങ്ങൾ അടുത്ത തലത്തിലേക്ക് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പായി പോവുകയാണ്. 3ാമത്തെ തലം എന്ന് പറയുന്നത് ജീവിത ഉപാധി ആകുന്ന ഒരു തലമാണ്. അതാണ് ജനങ്ങൾ അവിടെ പോയി പഠിക്കുന്ന, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള വിദ്യാർത്ഥികൾ, അവരുടെ യാത്ര, അവരുടെ താമസം, അവരുടെ ഫീസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. അതുപോലെ തന്നെ ജോലി എഡ്യൂക്കേഷൻ സെക്ടറിൽ മാറ്റങ്ങൾ ഉണ്ടാവും. വൻപൻ മാറ്റങ്ങളാണ് എഡ്യൂക്കേഷൻ സെക്ടറിലെ വൻപൻ. അതാണ് 3ാമത്തെ ലെവൽ. ഞാൻ പറയട്ടെ, ഇപ്പോൾ വലിയ ഫീസിൽ അങ്ങോട്ട് പോയി അവിടെ പഠിക്കുന്ന അതിലൊക്കെ കുറവുണ്ടാകും എന്നുള്ളതാണ് അല്ലേ? അതിൽ കുറവുണ്ടാകുമെന്ന് കൃത്യം പറയാനാവില്ല. അതിനുള്ള അവസരങ്ങളുടെ ബോട്ടിൽ നെക്സ് വിൽ ബി റെഡ്യൂസ്ഡ്. ബ്രിട്ടന്റെ തന്നെ ബജറ്റിന്റെ 10% ഇന്ത്യൻ വിദ്യാർത്ഥികൾ
നൽകുന്നത് പണമാണ്. അവരുടെ റവന്യൂ വരുമാനത്തിൻ്റെ 10%, ഇന്ത്യൻ നല്ല ഓവർസീസ് വിദ്യാർത്ഥികൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിന്ന് നേടുന്ന പണമാണ്. ഇതിനകത്തൊക്കെ ചില ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ധാരണകൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇതൊരു സമഗ്രമാണ്. അതുകൊണ്ടാണ് ഇതിനെ സമഗ്രം എന്ന് വിളിക്കാൻ കാരണം. കേവലം ഒരു വ്യാപാര കരാറായിട്ടോ ട്രംപിന് കൊടുത്ത മറുപടി മാത്രമായിട്ടോ ഇതിനെ പരിമിതപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാർ എന്ന് പോലും ഇതിനെ വിശേഷിപ്പിക്കും, മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്നത്. ശ്രീ സിബി സത്യൻ, പ്രതിപക്ഷത്തിന് പോലും ഇതിനെതിരെ ശബ്ദിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഇത് ഇന്ത്യക്ക് ഗുണകരമായ ഒന്നാണ്. ഇപ്പോൾ വേണമെങ്കിൽ പറയാം ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഗുണകരമാകും, ഇന്ത്യ ഒടുവിൽ ഇതിന്റെ കഷ്ടത അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് മോദിക്കെതിരെ സംസാരിക്കാം. പക്ഷേ അങ്ങനെ വരുന്നില്ലല്ലോ അല്ലേ. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹൈദരാബാദ് ഹൗസിൽ ഇന്ന് ഈ കരാർ ഒപ്പുവെച്ചതിന് ശേഷം എതിർത്ത് പറയാൻ ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരിക്കുന്നത് അല്ലേ. ഇനി ട്രംപിന്റെ ഒരു റിയാക്ഷൻ വരാനുണ്ട്, അതെന്താണെന്ന് കേൾക്കാം അല്ലേ അല്പസമയത്തിനകം. മഞ്ജുഷ, ഇതിനകത്ത് ഒന്ന് രണ്ട് രസകരമായ സംഗതി എന്ന് പറയുന്നത് ലോകം ഇന്നൊരു പ്രത്യേക ദശാസന്ധിയിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ദശാസന്ധിയിലെത്തി നിൽക്കുമ്പോൾ ട്രംപ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, അയാൾ ഈ പറഞ്ഞ ഇൻസെയിനായിട്ട് ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ഒരു പ്രത്യേക തലത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ UN തകർക്കാൻ ശ്രമിക്കുന്നു, ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ പുള്ളി ഡെൻമാർക്ക് പിടിച്ചെടുക്കുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു കാലത്ത് ഈ ലോകം മൊത്തം താരിഫ് ഏർപ്പെടുത്തുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തി. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് US ആണ് നിലവിൽ. അപ്പോൾ ഈ മാർക്കറ്റിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ മാർക്കറ്റും ഈ അമേരിക്കയുടെ മാർക്കറ്റും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ അമേരിക്കൻ മാർക്കറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ അതിനുള്ള ഒരു എന്തോ ആൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്കല്ല ഇതിനെ കാണേണ്ടത്, മറിച്ച് അവിടെ നിന്ന് നിലവിൽ വരുന്ന ഭീഷണിക്ക് ഒരു ബദൽ മാർഗം എന്ന നിലയ്ക്ക് നമ്മുടെ ട്രേഡിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു മാർഗം തന്നെയാണിത്. നിലവിൽ ഈ ഒരു കരാർ വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഈ പ്രത്യേകിച്ച് ട്രംപ് എന്ന് പറയുന്ന ഒറ്റയാൾ ഈ ലോകത്തിനും ലോകക്രമത്തിനും ലോക സമാധാനത്തിനും മാരകമായ ഒരു ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇതുപോലൊരു ഡീൽ വളരെ അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിലവിലുള്ള അറിവുകളനുസരിച്ച്, നിലവിൽ കിട്ടുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളും അനുസരിച്ച് ഈ ട്രേഡ് ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും ഒരുപോലെ ഗുണകരമാകും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനകത്ത് ഒന്ന് രണ്ട് ഏരിയകളിൽ നമുക്ക് ചില എന്താ പറയുക റെഡ് ഫ്ലാഗുകൾ കാണാതിരുന്നുണ്ട്. അതിലൊന്ന് അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചറിൻ്റെ കുറേ ഏരിയ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ട് രാജ്യങ്ങളിലെയും, കാരണം ഈ കൃഷി എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ മാത്രമല്ല, അത് കൃഷി എന്ന് പറയുന്നത് എപ്പോഴും ലോക മാർക്കറ്റിലെ വിഭവങ്ങളുടെ ലഭ്യതയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അതിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ ഈ യൂറോപ്പിൽ നിന്ന് വളരെ വില കുറഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഇന്ത്യയിലേക്ക് വരികയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വില കുറഞ്ഞ സാധനങ്ങൾ യൂറോപ്പിലേക്ക് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളിലും രണ്ട് പ്രദേശങ്ങളിലെയും കർഷകർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിത് എങ്ങനെ അഫക്റ്റ് അവിടെ നിന്ന് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് താരിഫ് ഇല്ലാതെ ഇറക്കുമതി ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കുറയും. അതെ, നമ്മുടെ കർഷകർക്ക് ചിലപ്പോൾ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തിരിച്ച് സംഭവിക്കാം. നമ്മളുടെ ചില ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞതുപോലെ ചിലവ് കൂടുതലായതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ കോമ്പീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യാപാര രംഗത്തും ആ പ്രശ്നമുണ്ട്, എംഎസ്എംഇകളെയും ബാധിക്കാം. അതെ, അപ്പം ഈ കഴിഞ്ഞ ദിവസം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് യൂറോപ്യൻ യൂണിയൻ സമാനമായ ഒരു കരാറിൽ ഏർപ്പെടുകയും അതിനെതിരെ ഫ്രാൻസിലടക്കം കർഷകർ പ്രതിഷേധിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം കഴിഞ്ഞ അടുത്ത ദിവസം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ബീഫ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഈ അവിടുത്തെ യൂറോപ്പിലെ കർഷകർക്ക് ഭീഷണിയാകും എന്ന് പറയുന്ന ഒരു ന്യായത്തിൻ്റെ പുറത്താണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രത്യാഘാതങ്ങൾ തൽക്കാലം ആരും സംസാരിക്കുന്നില്ല, പുറത്തുവിടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീല് ഇറ്റ് സെൽഫ് ഈസ് ഗുഡ്, അതിനകത്ത് സംശയമൊന്നും വേണ്ട. പക്ഷേ ഇതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ട്. ആ എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ എന്നുള്ളത് ഇനി വെറും ദിവസങ്ങളിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും എന്ന കാര്യം സംശയം വേണ്ട. പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ SME, അഗ്രി, ഈ മൂന്ന് രംഗങ്ങളാണ് പ്രതിസന്ധി നേരിടാനുള്ള ഏറ്റവും ഉയർന്ന സാധ്യതയുള്ള മൂന്ന് രംഗങ്ങൾ. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IT-യിൽ റിവേഴ്സായിട്ട് ചിലപ്പോൾ പ്രതിസന്ധികളുണ്ടാവും. കാരണം അതായത് വൻകിട കാർ കമ്പനികളുടെ കാറുകൾ ഇറക്കുമതി തീരുവയില്ലാതെ താരിഫില്ലാതെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വിദേശ നിർമ്മിത ഹൈ എൻഡ് കാറുകളുടെ വില കുറയുമെന്നുള്ളതാണ്. അതെ. ഇപ്പം നമുക്ക് നോക്കാം, നമ്മൾ ഏതാണ്ട് 135 മുതൽ 150% വരെയാണ് നിലവിൽ ഇറക്കുമതി തീരുവയെന്നാണ് എൻ്റെ ഓർമ്മ. അത് 200% ഓർക്കുന്നില്ല. 150 വരെയുണ്ട് കാറുകൾ അതോടെ ഇറക്കുമതി ചെയ്യുമ്പോഴേ 110. ഈ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാറ് പകുതി വിലയ്ക്ക് ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ പോലെ സുരക്ഷാ മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളും വളരെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന യൂറോപ്യൻ കാറുകൾക്ക് ഇന്ത്യൻ ബയേഴ്സ് കൂടുതലുണ്ടാവും. അപ്പം ഇത് ആത്യന്തികമായിട്ട് ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനികളെ ബാധിക്കുന്ന സംശയം വേണ്ട. എല്ലാ സെക്ടറിലും അങ്ങനെ. അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പ് മുന്നോട്ട് വെക്കുന്ന ഒരു ഗുണനിലവാരം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ത്യക്ക് ബീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത്തരമുള്ള കമ്പനികൾ, അപ്പോൾ ഉദാഹരണമായിട്ട് ഓട്ടോമൊബൈൽ ഞാൻ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ
ഓട്ടോമൊബൈൽ രംഗത്ത് നമുക്കൊരു മാരുതിയോ ഒരു സാൻഡ്രോയോ അല്ലെങ്കിൽ ഒരു ഫോർഡോ അല്ലെങ്കിൽ അതുപോലുള്ള കമ്പനി അല്ലെങ്കിൽ മഹീന്ദ്രയോ മാത്രമല്ല പ്രതിസന്ധി നേരിടുന്നത്. ഈ കാർ കമ്പനി എന്ന് വെച്ചാൽ ബേസിക്കലി അസംബ്ലിംഗ് യൂണിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്പെയർ പാർട്സുകളും ഉണ്ടാക്കി കൊടുക്കുന്ന വേറെ നൂറുകണക്കിന് ചെറുകിട കമ്പനികൾ ഇതിന് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ കമ്പനികളുടെ മുഴുവൻ വരുമാനത്തെ, അതായത് ഈ ഓട്ടോമൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു MSMEകളുടെ ഒരു വലിയ ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിനെ മൊത്തം ഇത് ബാധിക്കാം. അപ്പോൾ ഈ മാന്ദ്യം, അതായത് ഇന്ത്യൻ ഓട്ടോമൊബൈലിൽ കച്ചവടം വർദ്ധിക്കുകയും അതേസമയം തന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിയിൽ മാന്ദ്യം നേരിടുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു അവസ്ഥാവിശേഷം ചിലപ്പോൾ സംജാതമാകാനുള്ള സാധ്യത അടക്കം ഇതിനകത്ത് നമുക്ക് കാണാതിരുന്നുകൂടാ. അപ്പോൾ നമ്മൾക്ക് അത് പഠിക്കേണ്ടിയിരിക്കുന്നു, അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇനി വരും ദിവസങ്ങളിൽ അതിനെ പറ്റിയിട്ട് ഈ പറഞ്ഞ ഈ ട്രേഡ് അസോസിയേഷനുകളും ബോഡികളും ഒക്കെ ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ഐഡിയയുമായിട്ട് മുന്നോട്ട് വരുമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു രംഗമാണ് നേരത്തെ പറഞ്ഞ ഐ ടിയിൽ ഈ പറഞ്ഞ നമുക്ക് സാങ്കേതികവിദ്യ കിട്ടുന്നു, പക്ഷേ അതുപോലെ തന്നെ ചീപ്പ് ലേബർ അങ്ങോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റു ചില പ്രതിസന്ധികൾ വീണ്ടും ഉടലെടുക്കാനുള്ള സാധ്യത അവിടെയുണ്ട് യൂറോപ്യൻ മാർക്കറ്റിൽ. അത് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അത് വരിക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ അഗ്രി. നേരത്തെ പറഞ്ഞാൽ അഗ്രിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. കാരണം നമ്മൾ ബേസിക്കലി ഒരു അഗ്രേറിയൻ എക്കോണമിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഈ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ 90കളിൽ കേട്ട ഘാട്ടുകരാർ അടക്കമുള്ള എല്ലാ വലിയ സംഭവങ്ങളിലും ഈ പറഞ്ഞ പോലെ അഗ്രി ട്രേഡ് ആണ് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നിലനിന്നത്. അപ്പം ഈ അഗ്രിയെ നമ്മൾ എത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ കുറേ ഏരിയ പ്രൊട്ടക്റ്റഡായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പ്രൊട്ടക്റ്റഡായിട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇനി വരും വർഷങ്ങളിൽ ഇതിനെല്ലാം വാതിൽ തുറന്നു കൊടുത്തേ പറ്റൂ. അതാണ് ഇത്തരം ഒരു കരാറുകളുടെ ബേസിക്കായിട്ടുള്ളൊരു അടിസ്ഥാന സ്വഭാവം. കാരണം ട്രേഡിൻ്റെ വലിപ്പം കൂടുമ്പോൾ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുകയും ഈ പറഞ്ഞ പോലെ ലാഭകരമായ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ യൂറോപ്യൻ യൂണിയനിലെ കർഷക ബോഡികൾക്ക് താല്പര്യം വരികയും അവരതിനു വേണ്ടിയുള്ള സമ്മർദ്ദം അവരുടെ സർക്കാർ മുഖേന ചെലുത്തുകയും ചെയ്യും. അപ്പോൾ അത്തരം സംഭവങ്ങൾ നമ്മൾ ഭാവിയിൽ, അതായത് 4-5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരമുള്ള ഏരിയാസ് ഓപ്പൺ അപ്പ് ആവും. അപ്പോൾ നിലവിൽ നമുക്കിതിൻ്റെ പൂർണ്ണമായൊരു ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ദയർ വിൽ ബി എഫക്റ്റ് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ശരി, ശ്രീ ഷാബു പ്രസാദ്, അമേരിക്കയുമായുള്ള തീരുവ തർക്കം തുടരുന്ന ഒരു സമയത്താണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ചരിത്രപരമായി ഈ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് ട്രംപിനുള്ള മറുപടി എന്ന ഒറ്റ രീതിയിലുള്ള വിശേഷണമാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? പക്ഷേ ഇത് വർഷങ്ങളോളം ചർച്ച ചെയ്ത ഒരു കരാറാണ്, പെട്ടെന്നൊരു കരാറിലേക്ക് കൊണ്ടുവന്നെത്തിയതല്ല. നോക്കൂ, ഇത് ട്രംപിനുള്ള മറുപടി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇതിനെ ചുരുക്കുന്നത് വളരെ ബാലിശമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം 2007 മുതൽ നടക്കുന്ന ഡിസ്കഷനാണിത്. ഏകദേശം ഓൾമോസ്റ്റ് നിയർലി 20 years അത്രയും നാളായിട്ട് നടക്കുന്ന ആ ഒരു ഡിസ്കഷന് പിന്നെ ഈ അടുത്ത കാലത്ത് അതിന് കുറച്ച് വേഗം കൂടിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് ഇപ്പം ഈ ട്രംപുമായിട്ടുള്ള ഈ ഇഷ്യൂവും കൂടെ അങ്ങ് യാദൃശ്ചികമായിട്ട് വന്നപ്പോൾ അതിൻ്റെ അകത്തൊരു അങ്ങനൊരു കോയിൻസിഡൻസ് വന്നു എന്നുള്ളതേ ഉള്ളൂ. നോക്കൂ, ഇന്ത്യക്ക് ഇപ്പോഴും ട്രംപുമായിട്ടോ അല്ലെങ്കിൽ അമേരിക്കയോ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അമേരിക്കയെ ഉപേക്ഷിക്കുന്നൊന്നുമില്ല, പക്ഷേ ഇന്ത്യയായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ അകത്തെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ എഗ്രിമെന്റിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മൾ ചില ഡേറ്റകൾ നമ്മളൊന്ന് നോക്കണം. അതായത് ഇവിടെ മോഹൻ റബി സാർ പറഞ്ഞു, അതായത് 200 കോടി ജനങ്ങൾ, ഇന്ത്യയും യൂറോപ്പും കൂടെ ചേർന്നുള്ള 200 കോടി ജനം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 1/3 ആണത്. ലോക ജനസംഖ്യയുടെ 1/3, ലോക GDP-യുടെ 25%. ചെറിയ കണക്കല്ലാതെ, ചെറിയ കളിയല്ലാതെ. അതായത് ഈ ലോക വ്യാപാരത്തിനെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, സ്വാധീനിക്കാൻ പറ്റുന്ന വളരെ വലിയൊരു കരാറാണ് ഇവിടെ സംഭവം ഇവിടെ നടക്കുന്നത്. പിന്നെ ഇവിടെ ശ്രീ സിബി സത്യൻ പറഞ്ഞ 1-2 കാര്യങ്ങളോട് ഒന്ന് പ്രതികരിച്ചോട്ടെ. ഒന്ന്, ഈ അഗ്രിയെ പറ്റി അദ്ദേഹം പറഞ്ഞു. നോക്കൂ, ഈ യൂറോപ്പിന്റെ കയറ്റുമതി ലിസ്റ്റില് അവരുടെ പ്രോഡക്റ്റില് ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് അധികം ഇല്ല. അവർക്ക് അഗ്രികൾച്ചർ അവരുടെ ഒന്നാമത്തെ കാര്യം എക്സ്ട്രീം നോർത്തിൽ കിടക്കുന്നുണ്ട്. അതേസമയം അമേരിക്കയായിട്ടുള്ള ഈ വ്യാപാര കരാറുകൾ തട്ടി നിൽക്കുന്നത് പ്രധാനമായിട്ടും അഗ്രിയിലാണ്. കാര്യം അമേരിക്കയുടെ ധാരാളം അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അവർക്കുണ്ട്. അവിടെ നിന്നുള്ള വയറ്, പരിപ്പ്, അതുപോലെ ഡയറി പ്രോഡക്ട്സ്, ഇതൊക്കെയാണ് അവർ. അത് ഇവിടെ നടക്കില്ല എന്നുള്ളത് പറഞ്ഞതിൻ്റെ അകത്താണ് അവിടെ തട്ടി നിൽക്കുന്നത്. അതേസമയം ഈ യൂറോപ്പുമായിട്ട് നോക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള പ്രധാന കയറ്റുമതികൾ എന്ന് പറയുന്നത് ടെക്നോളജി, യന്ത്രങ്ങൾ, മെഷീനറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ കയറ്റുമതി യൂറോപ്പിന് കാര്യമായിട്ടില്ല. അതേസമയം ഈ ഫ്രീ ട്രേഡ്, അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇതിന്റെ അംഗീകരിക്കുന്നത്. കാര്യം
അതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കാൻ പോകുന്നത് ഇന്ത്യക്കാണ്. കാര്യം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഡയറി ഉൽപാദന രാജ്യമാണ്, പാൽ ഉൽപാദക രാജ്യമാണ് ഇന്ത്യ. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു കാർഷിക രാജ്യമാണ്. അവർക്ക് ഇതെല്ലാം യൂറോപ്പിന് ഇതെല്ലാം ആവശ്യമുണ്ട്. നോക്കൂ, അതുപോലെ തന്നെ ഈ പിന്നൊന്ന് ഈ കാറുകളുടെയും അതിന്റെ ഇമ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും ശരിയാണ്, അകത്ത് നമ്മുടെ ഇവിടുത്തെ ഒരു ചാലഞ്ചിങ് ആണ്. പക്ഷെ അല്ല, മുമ്പ് ഈ ചർച്ച വഴിമുട്ടിയ സമയങ്ങളൊന്നും നോക്കാം. ശ്രീ ഷാബു പ്രസാദ്, മുമ്പ് ഈ ചർച്ച വഴിമുട്ടിയ സമയം, അതിനകത്ത് ഈ ഓട്ടോമൊബൈൽ ഉണ്ടായിരുന്നു. അന്ന് ഈ വഴിമുട്ടിയ ഒരു സമയത്ത് ഈ ഡേറ്റ സംരക്ഷണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പിന്നെ ഈ അഗ്രികൾച്ചറിന്റെ കാര്യം അല്ലേ, ക്ഷീരോത്പാദന മേഖല, ഇതൊക്കെയായിരുന്നു അന്ന് പലതവണയും ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായത്. പിന്നെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ ചർച്ച കൂടുതൽ സജീവമായത്. പക്ഷേ ആ ആശങ്കകൾ ഇപ്പോഴും ഇല്ലേ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇല്ല, അത് ആശങ്കകളെക്കാട്ടി കൂടുതലുള്ളത് അവസരങ്ങളാണ്. ഇപ്പം ഈ ഓട്ടോമൊബൈലിന്റെ കാര്യം പറഞ്ഞു, ശരിയാണ്, അത് ചാലഞ്ചിങ് ആണ്. ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഓട്ടോമൊബൈലില് വൈൻ സ്പിരിറ്റ് ഇതെല്ലാം അതിനകത്ത് വന്നിരുന്നു. അന്നത്തെ ഈ തടസ്സങ്ങളിൽ വന്നത് വൈൻ സ്പിരിറ്റ് ഇതെല്ലാം വരും. രാജ്യത്ത് ഇപ്പൊ നമുക്ക് ഓട്ടോമൊബൈലിനെ പറ്റി പറഞ്ഞാല്, ഈ രാജ്യത്ത് വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ 80 മുതൽ 90% വരെ മിഡിൽ ക്ലാസ് മിഡ് റേഞ്ചിലുള്ള കാറുകൾ. ഈ മാർക്കറ്റിന് ഇതൊരു ഭീഷണിയല്ല. അതായത് ഇവിടെ ഇത് അഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലക്ഷറി വണ്ടികൾക്കാണ് പ്രധാനമായും. ലക്ഷറി വാഹനങ്ങളുടെ വിപണിയിൽ അതൊരു ചാലഞ്ചിങ് ആണ്. പക്ഷെ ചാലഞ്ചിങ് ആണ് എന്ന് പറയുന്ന പോലെ തന്നെ അതൊരു അവസരം കൂടിയാണ്. കാര്യം മികച്ച യൂറോപ്യൻ ബ്രാൻഡുകളുമായി ആ ഗുണനിലവാര ലെവലിലേക്ക് മത്സരിക്കാനും ആ ലെവലിലേക്ക് ഉയരാനും ആ മാർക്കറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാനും കഴിയുന്ന ഒരു അവസരം കൂടിയുണ്ട്. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണത്. അല്ല, അതിനകത്ത് ഇന്ത്യയാണോ യൂറോപ്പാണോ ജയിക്കുന്നത് എന്നൊരു തർക്കം കൂടി വരുമല്ലോ അല്ലേ? ആർക്കാണ് കൂടുതൽ പ്രയോജനം കിട്ടുക എന്നുള്ളത്? ഇത് ജയിക്കാൻ വേണ്ടി ആർക്കാണ് കൂടുതൽ പ്രയോജനം കിട്ടുന്നത് എന്നുള്ളത്? മഞ്ജുഷേ, ഇത് ജയിക്കാൻ വേണ്ടി, പരസ്പരം ജയിക്കാൻ വേണ്ടി ഇത് ഫുട്ബോൾ മത്സരം അല്ലെങ്കിൽ 100 മീറ്റർ സ്പ്രിന്റോ ഒന്നും അല്ല. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. ഈ അവസരം ഒരുപോലെയുണ്ട്, രണ്ടു കൂട്ടർക്കും അവസരം. ഇന്ത്യ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. യൂറോപ്പ് എൻറ്റയർലി എടുത്തു കഴിഞ്ഞാൽ 42 കോടിയുമാണ്. നമുക്ക് ആലോചിക്കാം, അതുപോലെ നമ്മുടെ ഇവിടുത്തെ മിഡിൽ ക്ലാസിന്റെ സ്ട്രെങ്ത്, നമ്മുടെ ഈ എക്കണോമിയുടെ, രാജ്യത്തിന്റെ എക്കണോമിയുടെ പ്രധാന ചാലക ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ മിഡിൽ ക്ലാസ് ആണ്. അല്ലാതെ ഈ മൾട്ടി മില്യനേഴ്സ് ഒന്നും അല്ല. മിഡിൽ ക്ലാസ് ആണ് നമ്മുടെ എക്കണോമിയെ ചലിപ്പിക്കുന്നത്. ആ മിഡിൽ ക്ലാസിന്റെ എണ്ണം ഈ യൂറോപ്പിന്റെ ജനസംഖ്യയെക്കാട്ടിൽ അധികമാണ്. 45 കോടിയാണ് ഇന്ത്യയിലെ മിഡിൽ ക്ലാസിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോ ഇത് ആർക്കാണ് കൂടുതൽ പ്രയോജനം ഉണ്ടാവുക? ഇനിയും കൂടുതൽ ആൾക്കാർ, ഇനിയും വരുന്ന വർഷങ്ങളിൽ നമ്മുടെ എക്കണോമി വളരുന്നതിനനുസരിച്ച്, നമ്മുടെ സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ച്, പുരോഗമിക്കുന്നതനുസരിച്ച് കൂടുതൽ ആൾക്കാർ ഈ മിഡിൽ ക്ലാസ് റേഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവരുടെ സ്പെൻഡിങ് കപ്പാസിറ്റി, ബാർഗൈനിങ് കപ്പാസിറ്റി ഇതെല്ലാം കൂടുകയാണ്. അപ്പോൾ ഈ മാർക്കറ്റിന് ഇതിന് കൂടുതൽ അവസരങ്ങൾ, നമ്മുടെ ഇവിടുത്തെ വ്യവസായങ്ങൾക്കും എല്ലാം കൂടുതൽ അവസരങ്ങളാണ് ഉണ്ടാവുക. തീർച്ചയായിട്ടും നമ്മുടെ വ്യവസായങ്ങൾ എന്നും അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് യൂറോപ്പിലൊക്കെ വിറ്റഴിക്കണമെന്നേ, ആ ഗുണനിലവാരത്തിലേക്ക് ഉയരണമെന്നേ. അതൊക്കെ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. അത് പക്ഷേ തടസ്സങ്ങൾ ഉണ്ടല്ലോ അല്ലേ ശ്രീ മോഹൻ വർഗീസ്? നമ്മൾ നെഗറ്റീവായിട്ട് ഇതിനെ കാണുകയില്ല, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ. പക്ഷേ ഈ പരസ്പര പൂരകങ്ങളായ കുറേയേറെ ഘടകങ്ങളുണ്ട്. ഇങ്ങോട്ടുള്ള ഇറക്കുമതി തീരുവ അത് പൂജ്യമാക്കുകയോ അല്ലെങ്കിൽ 10 or 20 തുച്ഛമായ ശതമാനമാക്കി മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉൽപ്പന്നങ്ങളെ അത് എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ മേഖലയെ ബാധിക്കും, അതുപോലെ തന്നെ മറ്റ് അനുബന്ധ മേഖലകളെയും ബാധിക്കും. സ്പെയർ പാർട്സ് പറഞ്ഞു, സ്റ്റീൽ മേഖലയെ ബാധിക്കും. ഇതൊക്കെ നേരത്തെ തർക്ക വിഷയങ്ങളായി വന്നിട്ടുള്ളവയാണ്. അതിലൊക്കെ ഒരു ധാരണ എത്തിയാൽ മാത്രമല്ലേ പറ്റുകയുള്ളൂ. നേരത്തെ മുതൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ ഈ താരിഫ് കുറയ്ക്കണമെന്നുള്ള സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവയൊക്കെയാണ്, ഈ പറയുന്ന വൈൻ ഇറക്കുമതി, അല്ലേ, മദ്യത്തിൻ്റെ ഇറക്കുമതി, ഇതെല്ലാം അതിനകത്ത് വന്നിരുന്നതാണല്ലോ. ശ്രീ മഞ്ജുഷ്, അതെല്ലാം ഇപ്പോൾ തുറന്നു കൊടുക്കുകയാണല്ലോ അല്ലേ? ഇതിനകത്തെല്ലാം വരും, എല്ലാം വരും, എല്ലാ പ്രോഡക്റ്റിലും വരും. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഏറ്റവും അധികം വൈകാരികമായ വിഷയം അഗ്രി ഫീൽഡിലെ സഹകരണമാണ്. അതായത് ഇവിടെ അമേരിക്കയുമായുള്ള ട്രേഡ് നെഗോസിയേഷൻ വഴിമുട്ടി നിൽക്കാനുള്ള പ്രധാന കാരണം ഇപ്പം ജനിതക വ്യതിയാനം വരുത്തിയ വിത്തിനങ്ങൾ അമേരിക്കയിൽ ഉത്പാദിപ്പിച്ച് ഇന്ത്യയിൽ വിതരണം നടത്തണം. അത് സാധ്യമല്ല എന്ന് കട്ടായം പറഞ്ഞു ഇന്ത്യൻ ഗവൺമെൻറ്. കാരണം നമ്മുടെ ഡയറി രണ്ടാമത്തെ കാര്യമാണ്.
അപ്പം അത് കട്ടായം പറഞ്ഞു. ഡയറി പ്രോഡക്റ്റ്, ഇത് വെണ്ണ, നെയ്യ്, അതൊക്കെയല്ലേ മൂല്യവർദ്ധന വരുത്തിയ ഉൽപ്പന്നങ്ങളും റോ ഉൽപ്പന്നങ്ങളും ഇതും കട്ടായം നോ എന്ന് പറഞ്ഞു. അതിൽ തട്ടിയാണ് പ്രധാനമായും ഇന്ത്യ അമേരിക്ക ട്രേഡ് നെഗോസിയേഷൻ. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് കൺക്ലൂഡ് ചെയ്യും. അത് കൺക്ലൂഡ് ചെയ്യാതിരിക്കാനാവില്ല. പക്ഷേ അതിൻ്റെ സമയമായിട്ടില്ല. പക്ഷേ ആ ഒരു വിഷയത്തിൽ യൂറോപ്യൻ യൂണിയനുമായി കൃത്യമായ ധാരണയിലെത്തി എന്നതാണ് ഈ ഒരു ഡീലിൻ്റെ ഹൈലൈറ്റ്. കാരണം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അതാണ് ഇതിന്റെ പറഞ്ഞത്. കാരണം ഇവിടെ ഒരു സെൻസിറ്റീവായ വിഷയങ്ങളിൽ ധാരണയായിട്ടുണ്ട്. സെൻസിറ്റീവ് വിഷയങ്ങളിലാണ് ധാരണയായത്. അതായത് പാലുൽപ്പന്നങ്ങൾ, കർഷക ഉൽപ്പന്നങ്ങൾ, കൃഷി ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേസമയം കൃഷി ഉപകരണങ്ങളുടെ കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു കാര്യമാണുള്ളത്. അതുകൊണ്ട് ഈ നമ്മുടെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത പരമാവധി ഇന്ത്യൻ കർഷകരെ, ക്ഷീര കർഷകരെയും മറ്റ് കർഷകരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ്. അത് പൊളിറ്റിക്കലി സെൻസിറ്റീവാണ്. കാരണം ഇങ്ങനൊരു കരാർ ഒപ്പിട്ട് കഴിയുമ്പോൾ നമ്മുടെ കർഷകർ, നമ്മുടെ ഒരു 70% അല്ലെ 65 മുതൽ 70% വരെ ജനങ്ങളും കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ഉപജീവനം കഴിക്കുന്നവരാണ്. അവരുടെ താല്പര്യങ്ങളെ പരിഹരിക്കാനാവില്ല എന്നത് നിശ്ചയമാണ്. ഇത് നോക്കൂ, ഇതിൻ്റെ ഒരു ലാർജർ ഡയമെൻഷൻ നോക്കൂ. ഇവിടെ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഇതെത്തി നിൽക്കില്ലായിരുന്നു, കുറച്ചുകൂടി നീണ്ടുപോയേനേയും. ഇതിൻ്റെ കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചത് തീർച്ചയായും ദ ട്രംപ് ഫാക്ടറാണ്. അതിൻ്റെ പിന്നിൽ ഒരു ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, ജിയോ ഇക്കണോമിക്സുമുണ്ട്. അതിലൊരു വിശ്വാസ വഞ്ചനയുടെ ഒരു കാര്യം കൂടിയുണ്ട്. യൂറോപ്പ് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം പൂർണ്ണമായി പടിഞ്ഞാറൻ യൂറോപ്പ് അമേരിക്കയെ അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പങ്കാളിയായി കൂട്ടിയിരുന്നു. അത് മാത്രമല്ല, നെയ്റ്റോയുടെ അധ്യക്ഷ സ്ഥാനം തലപ്പത്ത് ഉള്ളത് അമേരിക്കയാണ്. അത് യൂറോപ്പിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നതാണ്. ഇന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നെയ്റ്റോ ഒരു ബാധ്യതയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പ്രസിഡന്റ് അവിടെ ഉണ്ടായിരിക്കുന്നു, ഡൊണാൾഡ് ട്രംപിൻ്റെ രൂപത്തിൽ. നെയ്റ്റോയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുക, യൂറോപ്യൻ സുരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുക മറ്റ് രീതിയിൽ ഈടാക്കിയെടുക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് പറയുന്ന പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭൂമി തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്, നിങ്ങളത് ഞങ്ങൾക്ക് വിട്ടുതന്നില്ല എങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിച്ചതെടുക്കും എന്ന് പറയാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ധൈര്യപ്പെട്ടിരിക്കുന്നു. പറഞ്ഞു വരുന്നത് ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള ഗ്രീൻലൻഡാണ്. ദിസ് ഇസ് ലൈക്ക് ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ്. യൂറോപ്പിൽ ഒരു പുനർവിചിന്തനം കഴിഞ്ഞ ഒരു വർഷമായി ചെറുതും വലുതുമായ തിങ്ക് ടാങ്കുകൾ യൂറോപ്പിൽ പ്രവർത്തിക്കുന്നു. അവരുടെ ഇടയിൽ ഒരു ധാരണ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിൽ പൂർണ്ണമായി അമേരിക്കയെ ട്രാൻസ് അറ്റ്ലാന്റിക് റിലേഷൻഷിപ്പ് മാത്രം നോക്കിപ്പോയാൽ കാര്യം അവതാളത്തിലാകും ലോങ് റണ്ണിൽ. കാരണം ട്രംപ് പറഞ്ഞത് എന്താണ്? ഗ്രീൻലൻഡ് വിഷയത്തിൽ ഈ ഡെൻമാർക്കിനോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ, 8 രാജ്യങ്ങളുടെ പേര് ഡെൻമാർക്ക് ഉൾപ്പെടെ എണ്ണി പറയുന്നു. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇതാണ് ബിഗ് 3. അതോടൊപ്പം തന്നെ നെതർലാൻഡ്സ്, ഡച്ചുകാർ, അതോടൊപ്പം സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്. ഈ 8 രാജ്യങ്ങളെ ബ്രാക്കറ്റ് ചെയ്ത് ഫെബ്രുവരി 1-ാം തീയതി മുതൽ 10% അഡീഷണൽ താരിഫ്. ഇനി അതുകൊണ്ട് കംപ്ലൈ ചെയ്തില്ല എങ്കിൽ ജൂൺ 2026 അഡീഷണൽ 25% താരിഫ്. ഇതൊക്കെ പറയാൻ ട്രംപിൻ്റെ നാവ് പൊങ്ങിയ സ്ഥിതിക്ക് അത് ഫലവത്താവില്ലത് വേറെ കാര്യം, അത് വേണ്ട എന്ന് വെച്ച അവസാനം. പക്ഷേ ഇതിന്ന് ട്രംപ് പറഞ്ഞു വെച്ചാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ there should be options. ഇത് മൾട്ടിപ്പിൾ അലയൻസസിൻ്റെയും മൾട്ടിപ്പിൾ പാർട്ട്ണർഷിപ്പിൻ്റെയും മൾട്ടിപ്പിൾ ട്രേഡ് ഫ്രണ്ട്സിൻ്റെയും കാലഘട്ടമാണ്. യൂറോപ്പിന് അമേരിക്കയെ മാത്രം ആശ്രയിച്ചിരിക്കാനാവില്ല. ഇന്ത്യ അമേരിക്കൻ ട്രേഡ് മാത്രം ആഗ്രഹിച്ചിരിക്കാൻ ഇന്ത്യക്കുമാവില്ല. അതുകൊണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ, കൺവെർജൻസ് ഓഫ് interest, European interest and Indian interest in countering the looming American threat, ഇതൊരു യാഥാർത്ഥ്യമായി വന്നു. അവിടെയാണ് ആ ട്രിഗർ പോയിന്റ് വന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വന്ന ആ ഒരു ട്രിഗർ പോയിന്റാണ്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ മറ്റ് കാര്യങ്ങളിൽ ധാരണയാവുകയും യോജിക്കാവുന്ന മേഖലകളിലെല്ലാം യോജിച്ച് പോവുകയും ചെയ്യുന്നത്. വൈനൊന്നും വലിയ വിഷയമല്ല, ഈ പറയുന്ന വിഷയങ്ങളൊന്നും തന്നെ വിഷയമല്ല. ഒരു പക്ഷേ നമ്മുടെ 3-ാം ലെവലിലേക്ക് ഇത് പോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യത ഇറിറ്റൻസ്, അത് എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് അതൊരു പൊളിറ്റിക്കൽ ഫാക്ടർ കൂടിയാണ്, ഓർക്കണം. അല്ല, ഇപ്പോൾ യൂറോപ്യൻ കമ്പനികളുടെ നിക്ഷേപം ഇന്ത്യയിൽ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് തൊഴിലവസരം കൂടും, കയറ്റുമതി കൂടുമ്പോഴും തൊഴിലവസരം കൂടും. അത് ഇന്ത്യയിൽ പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ ഡെമോഗ്രാഫിക് കമ്പോസിഷൻ ഈസ് റാഡിക്കലി ചേഞ്ചിങ്. അതായത് വലിയ രീതിയിലുള്ള കുടിയേറ്റം യൂറോപ്പിലേക്ക് സംഭവിക്കുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, നമ്മൾ ഇന്ത്യക്കാരെയും പാകിസ്ഥാൻകാരെയും എല്ലാം ചേർത്ത് യൂറോപ്പിൽ പറയുന്ന ഏഷ്യൻസ് എന്നല്ലേ. അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം കൂടുമ്പോൾ
ഈ ഒരു ഡീല് പ്രാവർത്തികമാക്കുമ്പോൾ വൻപൻ ജോലി സാധ്യതകളാണ് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാകുന്നത്. അത് ബ്രിട്ടനിലേക്ക് ഓൾറെഡി ഉണ്ട്, കാരണം ബ്രെക്സിറ്റ് സംഭവിച്ചപ്പോൾ അങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അത് സംഭവിച്ചാൽ ഡെമോഗ്രാഫിക് കോമ്പൻസേഷൻ മാറും, അവിടുത്തെ പൊളിറ്റിക്കൽ ഓവർച്യൂർസ് ഉണ്ടാകും. അതൊക്കെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ബോട്ടിൽ നെക്സാണ്, ചില റോഡ് ബ്ലോക്കുകളാണ്. അത് പക്ഷേ യൂറോപ്പിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം സ്കിൽഡ് ലേബറാണ്, പ്രൊഫഷണലി സ്കിൽഡ് ആൻഡ് ടെക്നിക്കലി എക്യുപ്ഡ് ആളുകളാണ് അവിടേക്ക് പോകുന്നത് എന്നുകൂടി ഓർക്കണം. മൈഗ്രൻ്റ് പോപ്പുലേഷൻ, ലേബർ പോപ്പുലേഷൻ അല്ല പോകുന്നത്, ടെക്നോക്രാറ്റുകളാണ് പോകുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ദിസ് വേവ് ഓഫ് മൈഗ്രേഷൻ, അത് ഈ ഡീലിൻ്റെ ഫലമായി ഉണ്ടാകാൻ സാധ്യതയുള്ള മൈഗ്രൻ്റ് പാറ്റേൺ അമേരിക്കയിലേക്കും കാനഡയിലേക്കുമല്ല, ഈ യൂറോപ്പിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. അത് മാത്രമല്ല, ഒന്നുകൂടി ചേർത്ത് വായിക്കണം, കാനഡയുടെ മാർക്ക് കാർണി കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഒരു കനേഡിയൻ പ്രധാനമന്ത്രിയും പറയാൻ ധൈര്യപ്പെടാത്തത് പറഞ്ഞു വെച്ചു. അമേരിക്കയുടെ തീട്ടൂരങ്ങൾ ഇങ്ങോട്ട് എടുക്കണ്ട, ഞങ്ങൾക്ക് സ്വയം നിർണയ അവകാശമുണ്ട് എന്നുവരെ പറഞ്ഞു. അതുകൊണ്ട് മാറിയ ഒരു ചിന്തയുണ്ട്. ഒരു വെസ്റ്റേൺ വേൾഡിൽ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അമേരിക്ക കൂടുതൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക കൂടുതൽ ഒറ്റപ്പെടുന്നു. അതുകൊണ്ട് അവരെല്ലാം അതുപോലെ തന്നെ ഇന്ത്യയിൽ പ്രതിപക്ഷത്തിനും ഒരു തിരിച്ചടിയാണിത്. കാരണം ട്രംപിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന മോദി എന്ന രീതിയിലാണല്ലോ പ്രതിപക്ഷ പാർട്ടികൾ ചിത്രീകരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇത് ട്രംപിന് മുന്നിൽ മുട്ടുമടക്കില്ല, ബദൽ മാർഗങ്ങൾ ഇന്ത്യക്കുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയാണല്ലോ 27 യൂറോപ്യൻ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ കരാർ, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ. മഞ്ജുഷ, ഈ കരാർ ഉണ്ടാക്കാതെ ഇന്ത്യക്ക് മറ്റു നിവർത്തിയില്ല. നമ്മുടെ ഈ കയറ്റുമതി എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയുടെ മണ്ണിൽ ചെന്ന് അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന അസാധാരണമായൊരു സംഭവ വികാസം ഉണ്ടായത് ട്രംപ് പരാജയപ്പെട്ട പ്രസിഡൻഷ്യൽ ഇലക്ഷന് തൊട്ട് മുമ്പാണ്. അവിടെ ചെന്ന് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ട്രംപ് എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രി, അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡയറക്റ്റായിട്ട് ഇടപെടുന്ന ഒരു സംഭവം വരെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം ട്രംപ് തിരിച്ചു വന്നപ്പോഴും ഈ പറഞ്ഞതുപോലെ എൻ്റെ ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തെ ലോകത്തിന് മുന്നിലും ഇന്ത്യയുടെ ജനതയ്ക്ക് മുന്നിലും അവതരിപ്പിക്കാൻ ശ്രമിച്ചതും ഇതേ നരേന്ദ്രമോദി തന്നെയാണ്. അപ്പം നമ്മൾ അതിനെ നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഈ ട്രംപ് എന്ന് പറയുന്ന ആൾ കംപ്ലീറ്റ് ഇൻസൈനായി എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതായത് നിലവിലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി ട്രംപ് ലോകത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ഈവൻ അമേരിക്കയിലെ ജനങ്ങൾക്ക് തന്നെ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ട്രംപിൻ്റെ പ്രവർത്തികൾ ഒരു ആസ് എ പ്രസിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ, അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ, അദ്ദേഹത്തിൻ്റെ തീട്ടൂരങ്ങളെല്ലാം അവിടുത്തെ സർക്കാരും അവിടുത്തെ സൈന്യവും അനുസരിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ നോക്കുക, നമ്മൾ ഈ വെനസ്വലൻ പ്രസിഡൻറ്റിനെയും ഭാര്യയും അറസ്റ്റ് ചെയ്ത ഒരു സംഭവം തന്നെ ഈ ലോകരാഷ്ട്രങ്ങൾ വളരെ എന്താ പറയുക ശ്രദ്ധാപൂർവമാണ് ആ സംഭവ വികാസങ്ങൾ വീക്ഷിച്ചത്. കാരണം മറ്റൊരു ജനാധിപത്യ പരമാധികാര രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് ട്രംപ് കടന്നിരിക്കുന്നു. ട്രംപിൻ്റെ ഇത്തരം പ്രവർത്തികൾ യൂറോപ്പ് വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്നുണ്ട്. മോഹൻദാസ് സാർ നേരത്തെ പറഞ്ഞതുപോലെ കുറേ കാലത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കാണിച്ച ഒരു വലിയ മണ്ടത്തരത്തിനാണ് അവരിപ്പോൾ വില കൊടുക്കുന്നത്. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൻ്റെ സുരക്ഷ പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് അടിയറ വെച്ച ഒരു നയമായിരുന്നു യൂറോപ്പ് കാണിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാറ്റോ സഖ്യത്തിന് മൊത്തം അതിൻ്റെ സുരക്ഷാ ചുമതല അടക്കം കൊടുത്തത്. ഈ നാറ്റോ ഉണ്ടായതുകൊണ്ടാണ് റഷ്യയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കരാറുകൾ ഒപ്പിടുന്നതിൽ അവർക്ക് വിലക്കുണ്ടായത്, അവർക്ക് പ്രതിസന്ധി ഉണ്ടായത്. നമ്മളൊന്ന് ആലോചിക്കണം, ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഗ്യാസ്, ഇത് യൂറോപ്പിലേക്ക് എത്തിക്കുന്ന പൈപ്പ് ലൈൻ റഷ്യയിൽ നിന്നുള്ളതാണ്. അതിനെ അടക്കം ഉപരോധം ഏർപ്പെടുത്തുകയാണ് ട്രംപ് ആദ്യം ചെയ്തത്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഇപ്പോൾ ഈ വാർ നോക്കുക, യുക്രൈനാണ് യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന രാജ്യം. അതായത് യൂറോപ്പിലെ ഒരുവിധപ്പെട്ട എല്ലാ രാജ്യങ്ങളിലേക്കും ഏറ്റവും കൂടുതൽ കാർഷികോൽപ്പന്നങ്ങൾ കയറ്റിവിടുന്ന രാജ്യങ്ങളൊന്നും യുക്രൈനാണ്. ആ യുക്രൈനിലുള്ള ഫുഡ് സപ്ലൈ കഴിഞ്ഞ 3 വർഷമായി തുടർന്ന യുദ്ധത്തിനാൽ ഏതാണ്ട് തകർന്നടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ യൂറോപ്പ് നിലവിൽ നേരിടുന്നുണ്ട്. അതിന് സ്വന്തമായിട്ട് ശക്തമായൊരു സൈന്യമോ സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നുമില്ല. നാറ്റോയുടെ പ്രൊട്ടക്ഷൻ മാത്രമാണ്. നാറ്റോയുടെ തലപ്പത്തിരിക്കുന്ന ട്രംപ് കംപ്ലീറ്റ്ലി ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. അപ്പം ഇത്തരം എല്ലാ ഘട്ടങ്ങളും എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെയാണ് യൂറോപ്പിനും ആവശ്യമായ ഒരു സമയമാണ്. അതെ. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വഴങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്ന ഈ കാർഷിക ഉൽപ്പന്നങ്ങളെ തട്ടിയാണല്ലോ ഇത് തടസ്സപ്പെട്ടത്. അത് വഴങ്ങിയിട്ടുണ്ട്. കരാറിന്റെ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് അരി, പഞ്ചസാര തുടങ്ങിയവയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 2007 ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ ടോക്ക് ആരംഭിക്കുന്നത്. അത് ആ ടോക്കിന് 2007 2013 ഇത് ഏതാണ്ട് അങ്ങ് അവസാനിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഏരിയകൾ ഈ പറഞ്ഞ പോലെ തട്ടി നിന്നത് മൂലം, കാർഷികോൽപ്പന്നങ്ങൾ അടക്കമുള്ള മേഖലകളിലെ തർക്കം മൂലമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ അവസാനിച്ചത്. പിന്നീട് ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് 2022
ഇപ്പോൾ ഈ 2022 തുടങ്ങിയ ഒരു ചർച്ച 2026 തുടക്കത്തിൽ ഫലപ്രദമാകുന്നതിൻ്റെ ഏറ്റവും വലിയ ട്രിഗർ ഒരു സംശയവുമില്ല ഈ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി തന്നെയാണ്. കാരണം ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഒരു ഭീഷണിയെ മറികടക്കുക എന്ന് പറയുന്നത്, അതായത് അതുകൊണ്ടാണ് അവർ കോംപ്രമൈസ്. ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന്റെ ഈ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ, ട്രംപിന് മുന്നിൽ മുട്ടുമടക്കുന്നു എന്നുള്ള ആ നെഗറ്റീവ് ഇവ തകർന്നടിഞ്ഞിരിക്കുകയാണ് അല്ലെ? അത് സമ്മതിക്കാമല്ലോ. ആ നെറേറ്റീവ് തകർന്നടിഞ്ഞു എന്നല്ല അർത്ഥം. നമുക്ക് രക്ഷാമാർഗ്ഗങ്ങളുണ്ട്. ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യക്ക് രക്ഷാമാർഗ്ഗങ്ങൾ തേടിയല്ലേ പറ്റൂ. അപ്പോൾ ആ രക്ഷാമാർഗ്ഗം യൂറോപ്പിനും അതുപോലെ രക്ഷാമാർഗ്ഗങ്ങൾ തേടിയേ പറ്റൂ. അപ്പോൾ തകർന്നടിഞ്ഞു എന്നുള്ളതോ അല്ലെങ്കിൽ എന്നുള്ള രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് ജീവിക്കാനും അവർക്ക് നിലനിൽക്കാനും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശക്തി പ്രാപിക്കാനും വേണ്ടുന്ന നടപടികൾ സർക്കാർ അടിയന്തരമായിട്ട് എടുത്തേ പറ്റൂ. അപ്പോൾ നേരത്തെ അതുകൊണ്ട് ഇപ്പോൾ ഈ കരാർ ഒപ്പിട്ടതുകൊണ്ട് പാസ്റ്റ് മിസ്റ്റേക്സ് അല്ലാതാവുന്നില്ല. ആ മിസ്റ്റേക്സ് അതുപോലെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ ഗവൺമെൻറ് ശരിയായ വഴിയിലാണ്. ഗവൺമെൻറ് ഈ ഒരു കരാർ ഒപ്പിട്ടതോട് കൂടിയിട്ട് ഒരു പരിധിവരെ ഈ പറഞ്ഞ നിലവിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഒരു ഭാഗം മറികടന്നിരിക്കുന്നു. അതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ശരി, ശ്രീ ഷാബു പ്രസാദ്, അതിനുള്ള മറുപടി താങ്കൾ അതിനോട് യോജിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്നു മോദി എന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ നറേറ്റീവ്. അത് പൊളിഞ്ഞിട്ടില്ല എന്നാണ് സിബിയുടെ മറുപടി. പക്ഷേ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടുക. ബദൽ മാർഗ്ഗങ്ങൾ തേടേണ്ടി വരും. പക്ഷേ ആ നറേറ്റീവിന് മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ്. അതുപോലെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോഴത്തെ ട്രേഡ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് ട്രേഡിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളതിനേക്കാൾ ഏതാണ്ട് ഇരട്ടിയിൽ കൂടുതലാണ് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള മൊത്തത്തിലുള്ള കയറ്റുമതി ഇറക്കുമതി ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് യൂറോപ്പിലുമായിട്ടുള്ള ഈ കരാർ കൊണ്ട് പരിഹരിക്കണമെങ്കിൽ അത് വർഷങ്ങളെടുക്കും. അപ്പം ഈ നിലവിൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പുമായിട്ടുള്ള ഈ കരാർ വെച്ചിട്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ വ്യാപാര ഡീൽ നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. മറിച്ച് ഇത് തൽക്കാല രക്ഷാമാർഗ്ഗമാണ്. മറ്റേതിൻ്റെ ചർച്ചകൾ തുടരുകയും അതിന് അമിക്കബിളായിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും വേണം എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത്. മഞ്ജുഷേ, ഈ അമേരിക്ക ഈ 50% ടാരിഫ് ഇട്ടു. പക്ഷെ ഇട്ടെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെ അത് കാര്യമായിട്ടൊന്നും ബാധിച്ചു. ഇന്ത്യയുടെ ടോട്ടൽ കയറ്റുമതി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 22% കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ അമേരിക്ക ടാരിഫ് ഇട്ട ബാക്കി എല്ലാ രാജ്യങ്ങളും അവസാനം ചെന്ന് അവരുടെ കാലിൽ വീഴേണ്ട ഗതികേട് വന്നപ്പം ഇന്ത്യക്ക് നമ്മുടെ കയറ്റുമതി കൂടുതൽ അമേരിക്കയിലേക്ക് ഈ പറഞ്ഞ പോലെ പ്രതീക്ഷിച്ച പോലെയുള്ള വലിയ ഭീകരമായ തളർച്ചയോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താരിഫ് കൂടുതൽ വില കൂടിയാലും ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് റെഗുലറായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽസ്, ഇതിനൊക്കെ അമേരിക്കയിൽ വലിയ മാർക്കറ്റ് ഉണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്. ആ വലിയ വില കൊടുത്ത് വാങ്ങാൻ അവർ തയ്യാറാണ്. അതുകൂടി നമ്മളിവിടെ കാണണം. നമ്മൾ ഇവിടെ മുട്ടുമടക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ തിരിഞ്ഞ് അതിനെ മൈൻഡ് ചെയ്തിരുന്നു നിങ്ങൾ എന്ത് വേണം ചെയ്യ് എന്നുള്ള മട്ടിലാണ് നിന്നത്. കാര്യം എന്തുകൊണ്ടാണത്? കാര്യം നമ്മുടെ പ്രോഡക്റ്റിന് നമ്മുടെ കരുത്ത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നടത്തിയ നീക്കങ്ങളാണ് അവിടെ. ഒരു ബഹളം വെച്ചില്ല. ഇയാള് ട്രംപ് കടന്ന് നടത്തുന്ന ഈ വിടുവായത്തത്തിനൊന്നും മൈൻഡ് ചെയ്തില്ല, ഒന്നും ശ്രദ്ധിച്ചില്ല. ഇവിടെ വളരെ നിശബ്ദമായിട്ട് ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരുന്നു. അതുപോലെ പുതിയ മാർക്കറ്റുകൾ, അതൊരു വലിയ അവസരം കൂടിയാണായത്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ കാര്യമായ പ്രതീക്ഷിച്ച തകർച്ച ഉണ്ടായില്ല എന്നതിനോടൊപ്പം അതിനെ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കാനും ഇപ്പൊ ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ കരാറിലേക്ക് എത്തിച്ചേരാനും കഴിഞ്ഞു. അതായത് അൾട്ടിമേറ്റ്ലി ഈ ട്രംപിന്റെ തീരുമാനം കൊണ്ട്, ഈ 50% ടാരിഫ് കൊണ്ട് നമുക്ക് ആ ഒരു ഗുണമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. അതായത് ഇന്ത്യക്ക് മുമ്പിൽ ഇന്നും ഇന്ത്യ പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുക, അതിനെ വിജയിപ്പിക്കുക, അതിനെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് പല വട്ടം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണത്. പണ്ട് റഷ്യയിൽ നിന്നുള്ള ക്രയോജനിക് എഞ്ചിൻ ഇറക്കുമതി ഈ അമേരിക്കയും ഇവരെല്ലാവരും കൂടെ ചേർന്ന് പാര വെച്ച് തടഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കിയ രാജ്യം നമ്മളാണ്. ഏറ്റവും വിശ്വസ്തതയുള്ള, ഏറ്റവും മികച്ച, ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ക്രയോജനിക് എഞ്ചിൻ നമ്മളിവിടെ സ്വന്തമായിട്ടുണ്ടാക്കി. അതേപോലെ തന്നെ നമ്മളിവിടെ പൊഖ്രാനിലെ അണുസ്ഫോടനം നടത്തിയതിനു ശേഷം ഈ അമേരിക്കയും യൂറോപ്പ് എല്ലാ രാജ്യങ്ങളും നമ്മുടെ മുകളിൽ ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയത്. ആ ഉപരോധങ്ങളെ അതിനെയും മറികടന്നുകൊണ്ട് അവിടെ നമ്മൾ അതിനെയും അവസരങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ട്രംപിന്റെ ഈ താരിഫ് അവിടെ കീഴടങ്ങേണ്ടത്, അതിനെപ്പറ്റി കീഴടങ്ങുന്നത് പോയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പോലും ഇല്ല. അതാണ് നിങ്ങൾ എന്ത് വേണം ചെയ്തോളൂ, നിങ്ങൾ
സന്ദേശം വളരെ കൃത്യമായി പ്രവർത്തികളിൽ കൂടെ അവിടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഈ സിബി സത്യൻ ഇവിടെ കളിയാക്കാനാണ് പറഞ്ഞെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഇടപെടുന്നത് എന്നാണ്. ഒരു ഇന്ത്യക്കാരന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ലേ ഇത്? അതും അമേരിക്ക പോലൊരു രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യയുടേതായ റോൾ എടുത്തു എന്ന് പറഞ്ഞ റോൾ എടുക്കാൻ സാധിക്കുന്നു. അത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം എന്നത് ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ നമ്മളൊക്കെ അഭിമാനിക്കേണ്ട കാര്യമാണത്. കാരണം അവിടുത്തെ അമേരിക്കയിലെ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് അത്രത്തോളം ശക്തമാണത്. ഇതിനു മുമ്പ് മറ്റൊരു പ്രസിഡന്റിനും ഇന്ത്യയുടെ സഹായം തേടേണ്ടി വന്നിട്ടില്ല. അവിടെ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷന് അവിടുത്തെ ഇന്ത്യൻസിന്റെ വോട്ട് ലഭിക്കാൻ ഈ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെയോ ഹെൽപ്പ് ചോദിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇപ്പൊ അത് ചോദിച്ചതിന്റെ കാരണം എന്താ പറഞ്ഞാൽ അവിടുത്തെ ഇന്ത്യൻ ഡയസ്പോറ അത്രത്തോളം അവരുടെ മാതൃരാജ്യത്തിനോടും മാതൃരാജ്യത്തിന്റെ നയങ്ങളോടും അവിടുത്തെ മാതൃരാജ്യത്തിന്റെ ഭരണത്തോടും ആഭിമുഖ്യം കാണിക്കുന്നു. ഇവിടുത്തെ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇവിടെ ഒരു പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാനും കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറുള്ള ഒരു വലിയ സമൂഹം അമേരിക്കയിൽ ഉണ്ട് എന്നതുകൂടിയാണ് ഇവിടെ. പക്ഷെ അതിന് മുട്ടുമടക്കിയതുള്ള നരേഷനാണ് നൽകുന്നത് ശ്രീ സിബി സത്യൻ. സിബി എന്നുള്ള മറുപടി അല്ല, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറയും. കാര്യം ഇന്ത്യ ഇതുവരെ മുട്ടുമടക്കിയിട്ടില്ല എന്നുള്ള നമ്മൾ വെറുതെ നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. സിബി അവിടേക്കുള്ള നമ്മുടെ കയറ്റുമതിയിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല. എന്തായിരുന്നു ഇപ്പൊ ഈ താരിഫിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ ഇവിടെ ഇതേ പാനലിൽ ചർച്ച ചെയ്തിരുന്നപ്പോൾ ആ ഓഗസ്റ്റിലൊക്കെ എന്തായിരുന്നു ഇവരൊക്കെ പറഞ്ഞിരുന്നത്? ഇന്ത്യയിലെ എക്കണോമി മുഴുവൻ തകരാൻ പോകുന്നു, ഇവിടുത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, തിരുപ്പൂർ ഇൻഡസ്ട്രി മുഴുവൻ അടച്ചുപൂട്ടാൻ പോകുന്നു, സാബൂതിയൊക്കെ തൂങ്ങിച്ചാകാൻ പോകുന്നു, ഇവിടെ എല്ലാം കൂടെ കഴിഞ്ഞാൽ അമേരിക്കയിലെ കച്ചവടമില്ല, നമ്മൾ എന്ത് ചെയ്യും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം 4 മാസം 4 ആകുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണ് മഞ്ജുഷേ. അതുകൂടെ ആലോചിച്ച് നോക്കൂ. ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നടന്ന ചർച്ചകളിൽ ഇവരെടുത്തിട്ടുള്ള നിലപാട് പറച്ചിലുകളും ഒന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്കയുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 30 കോടിയാണ്. ഈ ലോക ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 600 കോടിയാണ് ലോക ജനസംഖ്യ. ഇന്ത്യയുടെ ജനസംഖ്യ 140 കോടിയാണ്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യയിലെ മിഡിൽ ക്ലാസിന്റെ എണ്ണം പോലും ഇല്ല അമേരിക്കയുടെ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മുട്ടുമടക്കിയില്ല എന്നുള്ളൊരു മത്സരത്തിൻ്റെ തുടർച്ചയല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് ലോകം ഇപ്പോൾ ചെന്ന് നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധിപരമായൊരു ഘട്ടമുണ്ട്. അതൊരു വല്ലാത്ത ദശാസന്ധിയിലാണ് ലോകം ചെന്ന് നിൽക്കുന്നത്. കാരണം ഇത്രയും നേരത്തെ പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ ആവർത്തിക്കണം. ഇത്രയും ഭ്രാന്ത് പിടിച്ച ഒരു ഭരണാധികാരി ഈ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും ഒന്നിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് മുഴുവൻ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അത് സൈനികമായി മാത്രമല്ല എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും ഒക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്ക് ഒന്നിച്ചു ചേരുകയല്ലാതെ മറ്റൊരു വഴിയില്ല. ആ ഒരു ഒന്നിച്ചു ചേരലൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അത് ചരിത്രപരമായ ഒരു ആവശ്യമാണ്. ആ ആവശ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് മാത്രമേ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നുള്ളൂ. ഇത് നമ്മളിപ്പോൾ ചെയ്യുന്ന അതിജീവന മാർഗ്ഗങ്ങൾ നമ്മുടെ പാസ്റ്റ് മിസ്റ്റേക്കുകളല്ലാതാക്കുന്നില്ല. നമ്മുടെ പാസ്റ്റ് മിസ്റ്റേക്സ് സംഭവിച്ചതാണ്, അത് അവിടെ തന്നെയുണ്ട്, അങ്ങനെ തന്നെ തുടരുക തന്നെ ചെയ്യും. പക്ഷേ നിലവിൽ നമുക്ക് പാസ്റ്റ് മിസ്റ്റേക്ക് പഴയ തെറ്റെന്താണെന്ന് അത് ഈ പറഞ്ഞതുപോലെ ഇതുപോലെ ഒരു ഇൻസൈനായിട്ടുള്ളൊരു ഭരണാധികാരിയെ തൻ്റെ പേഴ്സണൽ ഫ്രണ്ട് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടും അവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടും ഈ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തികൾ, അതായത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തെ ഭരണാധികാരി മറ്റൊരു രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ പാടില്ല എന്നടക്കമുള്ള സാമാന്യമായ എല്ലാ യുക്തികളെയും എല്ലാ എത്തിക്സിനെയും മറികടന്നുകൊണ്ട് ഒരുപാട് ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹവും തമ്മിൽ ശ്രീ നരേന്ദ്രമോദിയും ശ്രീ ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് തന്നെ എത്രയോ വലിയ വാർത്തയായതാണ്. അവരുടെ കെട്ടിപ്പിടികൾ എത്രയോ തവണ പത്രങ്ങളുടെ 1-ാം പേജുകളിൽ വന്നതാണ്. ഒരു കാലത്ത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ സൗഹൃദം എന്ന് പറയുന്ന ഒരു വലിയ വിർച്യുവായിട്ട്, ഒരു വലിയ പോസിറ്റീവായിട്ട്, ഒരു വലിയ അവാർഡായിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അതിൽ നിന്ന് ഇവരിപ്പോൾ മാറ്റി പറയുമ്പോൾ ഈ പറഞ്ഞതിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തിന് എന്ത് കുഴപ്പമുണ്ടായി അത് പറ. നമ്മുടെ രാജ്യത്തിന്റെ കുഴപ്പമാണ് അതിന് പകരമായിട്ട് നമുക്ക് 50% താരിഫ് തന്നത്.
ഒരു രാജ്യത്തിന് രണ്ട് ജനാധിപത്യ സംവിധാനങ്ങൾ തമ്മിൽ മികച്ച സൗഹൃദത്തിൽ പോകുമ്പോൾ അതിൻ്റെതായ നടപടികളും അങ്ങനെയുള്ള ആക്ഷൻസും ഉണ്ടാകും. സാർ, ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സമാധാനപരമായ നടപടി ആയിരുന്നില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്? ഇന്ത്യയുടെ താല്പര്യം തന്നെയാണ് അതിനെ ബലികഴിച്ചുകൊണ്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. അല്ലല്ല, ഇന്ത്യയുടെ താല്പര്യം മറികടന്നുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഇല്ല നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഫ്രണ്ട്ഷിപ്പ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ? സാർ, ഞാൻ ചോദിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്രപരമായ ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെടുന്നത് എന്തിനാണ്? നമ്മുടെ താല്പര്യങ്ങൾ ബലി കഴിക്കാതിരിക്കാനാണ്. നമ്മളുടെ താല്പര്യങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാനാണ്. നമുക്ക് അനുകൂലമായിട്ട് അവരുടെ നയങ്ങളെ സ്വാധീനിക്കാനാണ്. നമുക്കെതിരെയുള്ള നടപടികൾ അവർ എടുക്കാതിരിക്കാനാണ്. അപ്പം നമ്മൾ ഒരേ സമയം തന്നെ നമ്മുടെ പേഴ്സണൽ സുഹൃത്താണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ സുഹൃത്താണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുകയും അതേ സമയം തന്നെ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ രാജ്യം ഇന്ത്യക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമല്ലേ? അല്ല, ഇന്ത്യയുടെ ഏത് താല്പര്യമാണ് അവിടെ ബലി കഴിക്കപ്പെട്ടത്? ഇന്ത്യയുടെ ഏത് താല്പര്യമാണ് ബലി കഴിക്കപ്പെടാത്തത്? $50 ബില്യൺ വ്യാപാരം ഏതാണ്ട് അതിഭീകരമായൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യയുടെ താല്പര്യം ബലി കഴിച്ചോ അല്ല എന്ന് താങ്കൾക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ട്രംപിന് അമേരിക്ക ഫസ്റ്റ് ആണെങ്കിൽ മോദിക്ക് ഇന്ത്യയാണ് ഫസ്റ്റ്. സാർ, അങ്ങനെ ആവണമല്ലോ. അത് ഏതാണ്ട് വലിയ സംഭവമായിട്ട് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? അതിന്റെ അകത്ത് അതിന് മേളിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടെ ഇല്ല. അതിന്റെ മുകളിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. അതിന്റെ മേളിൽ പറക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. അല്ല സാർ, അതിന്റെ മുകളിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. കാരണം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉയർത്തിപ്പിടിക്കേണ്ട ഇന്ത്യയുടെ താല്പര്യങ്ങളാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് സാറിന് കൃത്യമായി ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഇങ്ങനെ കരാർ ഒപ്പിട്ടതോടുകൂടി അമേരിക്ക ഇപ്പോൾ ട്രംപിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, സ്വാഭാവികമായി ഇപ്പോൾ ട്രഷറി സെക്രട്ടറിയുടെ മറുപടി വന്നിട്ടുണ്ട്. ട്രഷറി സെക്രട്ടറി അമേരിക്കൻ ട്രഷറി സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് റഷ്യയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണല്ലോ. ട്രംപിൽ നിന്നും സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം ഏത് സമയത്തും. ഇത് സ്കോട്ട് ബെസന്റ് എന്ന് പറയുന്ന അമേരിക്കൻ ട്രഷറി സെക്രട്ടറി പറഞ്ഞ ഏതാണ്ട് അതേ ലൈനിൽ തന്നെ ആയിരിക്കണം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഫൈനൽ ഒരു റെസ്പോൺസ് വരുന്നത്. ആത്യന്തികമായി ഈ കരാർ അമേരിക്ക ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ റഷ്യക്ക് സഹായകരമാണ്. രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇപ്പം ഈ കരാർ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്, അപ്പോൾ അതുകൊണ്ട് ഇനി അമേരിക്കയെ പേടിക്കേണ്ട കാര്യമില്ല. റഷ്യയിൽ നിന്നും തോന്നിയതുപോലെ എണ്ണ വാങ്ങാം. എണ്ണ വാങ്ങി റഷ്യ തടിച്ചു കൊടുക്കുന്തോറും ഉക്രൈന് മേൽ കൂടുതൽ മെക്കിട്ട് കയറും. ഈ ഒരു ലളിതയുക്തിയാണ് ട്രംപ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കുറച്ചുകൂടെ ഡീപ്പർ ഒരു തോട്ടാണ്. അതായത് റഷ്യ ആത്യന്തികമായി പടിഞ്ഞാറൻ യൂറോപ്യൻ ജനാധിപത്യ രാജ്യങ്ങൾ റഷ്യയെ ഭയക്കേണ്ടതുണ്ട് എന്നത് ട്രംപിൻ്റെ നറേറ്റീവാണ്. എന്നാൽ യൂറോപ്പിൽ മാറിയൊരു ചിന്തയുണ്ട്. നേരത്തെ ഇവിടെ പാനലിസ്റ്റുകൾ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ റഷ്യയിലാണ് എനർജി റിസർവ്സ് ഉള്ളത്. വൻപൻ ഗ്യാസ് ഫീൽഡുകളും ഓയിൽ ഫീൽഡുകളും യൂറോപ്പിൻ്റെ മുഴുവൻ എനർജി ആവശ്യങ്ങൾ ലോജിസ്റ്റിക്കൽ ബോട്ടിൽ നെക്സ് ഇല്ലാതെ നേരെ കടന്നു വരാൻ സാധിക്കുന്നത് റഷ്യയിൽ നിന്നും പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് പോകുന്ന ഹ്യൂജ് പൈപ്പ് ലൈൻസിലൂടെയാണ്. അത് അമേരിക്കയിൽ നിന്ന് എണ്ണ കൊണ്ടുവരാൻ, ഷെയിൽ ഓയിലോ മറ്റെന്തെങ്കിലും കൊണ്ടുവരാനോ കാനഡയിൽ നിന്ന് എണ്ണ കൊണ്ടുവരാനോ ശ്രമിച്ചാൽ അത് നടക്കില്ല. നടക്കുമായിരിക്കാം, പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ലാർജർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് യൂറോപ്പ് ഹാസ് എ കളക്റ്റീവ് ഇൻട്രസ്റ്റ്. അതിനിപ്പോൾ തടസ്സം നിൽക്കുന്നത് അമേരിക്കയാണ്. നെയ്റ്റോയുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഉക്രൈനെ ഉൾപ്പെടെ ഇങ്ങനെ റഷ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പം ഡീൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് അമേരിക്ക യഥാർത്ഥത്തിൽ ഈ ഡിലേയിങ്ങിൻ്റെ പിന്നിൽ അമേരിക്കയുടെ ഇടപെടലുണ്ട്. അത് മനഃപൂർവ്വമായിട്ടല്ലെങ്കിൽ പോലും അമേരിക്ക മഹാമേരു പോലെ നിറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം റഷ്യൻ പ്രസിഡന്റിന് ഒരു തീരുമാനമെടുക്കാനാവില്ല. അത് റഷ്യയുമായി ആ രീതിയിൽ വൈരാഗ്യം വേണ്ട എന്ന മാറിയ ചിന്ത ഇപ്പോൾ യൂറോപ്പിൽ പ്രബലമാണ്. യോജിക്കാവുന്ന മേഖലയിൽ പൊളിറ്റിക്കലി ദർ മേ ബി ഡിഫറൻസസ്, ഐഡിയോളജിക്കലി ദർ മേ ബി ഡിഫറൻസസ്. യോജിക്കാവുന്നത് ട്രേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, എനർജി ട്രാൻസ്ഫറാണ്. അവിടെ യോജിച്ചുകൊണ്ട് തന്നെ പോവുക. അതുകൊണ്ട് അമേരിക്കയുടെ കാര്യമായി ഗൗനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ യൂറോപ്പിനത് മെച്ചമാണ്. അതുകൊണ്ട് ചൈനയുമായും ഇന്ത്യയുമായും എല്ലാമുള്ള വർദ്ധിച്ച സഹകരണം, അതുകൊണ്ടാണ് പറയുന്നത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ട്രേഡ് പാർട്ട്നേഴ്സ് അത്യന്താപേക്ഷിതമാണ്. ട്രംപ് ലോകത്തിൻ്റെ കണ്ണു തുറന്നു എന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം യൂറോപ്പ് തിരിച്ചറിഞ്ഞിരിക്കുന്നു, മറ്റു വിപണികൾ കണ്ടെത്തുവാൻ അത് സഹായകരമായി കൂടുതൽ വിപണികൾ കണ്ടെത്തുന്നു. അത് മാത്രമല്ല ഇന്ത്യ കണ്ടെത്തിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യ എന്തുകൊണ്ട് തകർന്നില്ല? ഈ സമീപകാലത്തും 2 കരാറുകൾ വന്നല്ലോ. ന്യൂസിലാൻഡുമായിട്ട് കരാർ വന്നു, ബ്രിട്ടനുമായിട്ട് കരാർ വന്നു. ഇന്ത്യ പല രാജ്യങ്ങളുമായി ഇന്ത്യ ബഹളം വയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും വാർത്തയാവുന്നു.
ഇന്ത്യ കാര്യമായ ശ്രീ ഷാബുപ്രസാദ് പറഞ്ഞതാണ് ശരി, ശബ്ദകോലാഹലങ്ങളില്ലാതെ വളരെ രഹസ്യമായി പ്രൊഫഷണലായി ഈ ട്രേഡ് ഡീൽ വർക്കൗട്ട് ചെയ്യുകയാണ്. സമ്മതിക്കില്ല ഇതിനകത്ത് ഒരു പോയിന്റൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബോട്ടിൽ നെക്കിൽ വരാനിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ അത്ര സ്മൂത്ത് അല്ല ചില കാര്യങ്ങൾ. കാരണം കാർബൺ ടാക്സ് എന്ന് പറയുന്ന ഒരു സംഭവം യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്നിട്ടുണ്ട്, ബ്രിട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കാർബൺ ടാക്സ് എന്ന് പറയുന്നത് ബ്രിട്ടൻ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ യൂറോപ്യൻ യൂണിയൻ അത് നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ കാർബൺ ടാക്സ് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടൊരു സംഗതിയാണ്. അതായത് ഈ കാർബൺ ക്രെഡിറ്റുകൾ വാങ്ങിക്കാൻ പറ്റും കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിൻ്റെ എത്രയാണോ യൂറോപ്പിലുള്ള കോസ്റ്റ്, ആ കോസ്റ്റിന് ആനുപാതികമല്ല ആയ തുകയല്ല ഇവിടെ അടച്ചിടെങ്കിൽ അത്രയും തുക ടാക്സായിട്ട് അവിടെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതിനകത്ത് ഈ ട്രേഡ് ഇതിനകത്ത് ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ കാർബൺ ടാക്സിൻ്റെ വിഷയം നമ്മളുടെ ട്രേഡിനെ എത്ര കണ്ട് സഹായിക്കും എന്നുള്ളത് വേറെ വലിയ സംഭവമാണ്. അതായത് നമ്മളിവിടെ ചിലപ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഉൽപ്പന്നം അവിടെ ചെന്ന് പോകുമ്പോൾ ഈ തീരുവ ഇല്ലെങ്കിലും കാർബൺ ടാക്സ് വരും. ഓക്കെ, ഈ കാർബൺ ടാക്സ് ചിലപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ വിലയേക്കാൾ കൂടുതലാവാനും മതി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. ശ്രീ സിബി, അത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ലാർജർ കോണ്ടെക്സ്റ്റ് നോക്കൂ, യൂറോപ്യൻ ഇൻറ്റിഗ്രേഷൻ തന്നെ എത്രത്തോളം ഉണ്ട് എന്നത് ഒരു ചോദ്യചിഹ്നമല്ലേ? ഇപ്പോഴുണ്ട്. ഇപ്പോൾ ഹൈലി ഇൻറ്റഗ്രേറ്റഡ് ആണ് വെസ്റ്റേൺ യൂറോപ്യൻ ഇക്കോണമീസ്, യൂറോ റെജിമെൻറ്റിലാണ്. പക്ഷേ ഈ ലോകരാഷ്ട്രീയം മാറും, തീർച്ചയായും ചലനാത്മകമാണത്. അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊരു രാജ്യവുമായിട്ടല്ല കരാർ ഒപ്പിട്ടത്, യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളുമായിട്ട് സംയുക്ത കരാറാണ്. അവിടെ യൂറോപ്പിൽ ഉണ്ടാകുന്ന മൂപ്പിളമ തർക്കങ്ങളൊക്കെ ഭാവിയിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിച്ചുകൂടായികയില്ല എന്നതൊരു പോരായ്മയെ വേണമെങ്കിൽ കാണാം. അത് പ്രിയം ചെയ്യാൻ നമുക്ക് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഈ കരാർ പുറത്തു വന്നതിന് ശേഷം വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടായിട്ടില്ല. അതൊരു പ്രത്യേകതയാണല്ലോ. സാധാരണ ഒറ്റയടിക്ക് തന്നെ ഈ കരാറിനെതിരെ രംഗത്ത് വരേണ്ടതാണ്, ഇന്ത്യൻ താല്പര്യങ്ങൾ ബലി കഴിപ്പിച്ചു എന്ന രീതിയിലേക്ക് വരേണ്ടതാണ്. പക്ഷേ ശ്രീ മോഹൻ വർഗീസ് അങ്ങനെ ഒരു അപശബ്ദം വന്നിട്ടില്ല. വരുമായിരിക്കും, തീർച്ചയായിട്ടും ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലൊക്കെ വരുമായിരിക്കും. പക്ഷേ ഒറ്റയടിക്ക് കരാറിനെ എതിർക്കുവാൻ പ്രതിപക്ഷത്തിന് പോലും കഴിയുന്നില്ല, അല്ലേ? അങ്ങനെ എതിർക്കേണ്ട കാര്യമില്ല ശ്രീ മഞ്ജുഷ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാജ്യസ്നേഹത്തിൻ്റെ കാര്യത്തിലും ഇക്കോണമിയുടെ കാര്യത്തിലുമൊക്കെ എന്തിന് വേറിട്ടൊരു നയം? ഗവൺമെൻറ്റിനെ എല്ലാ കാര്യത്തിലും എതിർക്കുക എന്നതല്ല പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. ഇവിടെ രാജ്യ താല്പര്യം ഇന്ത്യ ഫസ്റ്റ് എന്നാണ്. അത് നരേന്ദ്രമോദി മാത്രമല്ല, ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ ഫസ്റ്റ് എന്ന് തന്നെയാണ്. അതിൻ്റെ പേരാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി. നമ്മുടെ വിദേശ നയത്തിൻ്റെ ഇപ്പോഴത്തെ പേര് യഥാർത്ഥത്തിൽ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നാണ്. തന്ത്രപരമായ ഒരു പരമാധികാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് വിട്ട് മറ്റൊരു രീതിയിലും പോവില്ല. അതുകൊണ്ടാണ് മറ്റാരുടെയെങ്കിലും താല്പര്യം സംരക്ഷിക്കേണ്ട കാര്യം ഇന്ത്യക്കില്ല. അതുകൊണ്ട് ഇന്ത്യ തീർച്ചയായും എല്ലാ ഇടപാടുകളും എല്ലാ ഡീലുകളും നടത്തുന്നത് ഇന്ത്യൻ ദേശീയ താല്പര്യം, കർഷക താല്പര്യം, നമ്മുടെ ജനതയുടെ താല്പര്യം, കൺസ്യൂമർ താല്പര്യം, നമ്മുടെ വ്യവസായികളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അതിനെങ്ങനെയാണ് പ്രതിപക്ഷങ്ങൾക്ക് എതിര് പറയാൻ കഴിയുക? കൃത്യമായ ചില സൂചനകളുണ്ടെങ്കിൽ ഇന്ത്യ ഇന്ന വിഭാഗങ്ങളുടെ താല്പര്യം ബലികഴിച്ചു എന്നുണ്ടെങ്കിൽ പുറപ്പുറത്ത് നിന്ന് അത് വിളിച്ചു പറയാനുള്ള ചുമതല ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പല പഴുതുകളും അടച്ചുകൊണ്ട് തന്നെയാണ് ഈ യൂറോപ്പുമായിട്ടുള്ള, കാരണം പലപ്പോഴും കൈപൊള്ളി. യഥാർത്ഥത്തിൽ ഈ രണ്ട് പാനലിസ്റ്റുകളും രണ്ട് വ്യത്യസ്തമായ സ്റ്റാൻഡ് പോയിൻ്റാണ് എടുത്തത് ഈ കാര്യത്തിൽ. ഇന്ത്യക്ക് കൈപൊള്ളിയോ ട്രംപുമായുള്ള ഇടപാടിൽ? ഇത് ഭാഗികമായി ഇന്ത്യക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ്, അത് പ്രത്യേകിച്ച് BJP നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധം നല്ല നിലയിൽ മെച്ചപ്പെടും. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. അതൊരു മിസ്കൺസെപ്ഷൻ ആയിരുന്നു. അത് ആവശ്യത്തിൽ അധികം എക്സ്പോസ്ഡ് ആയി. പക്ഷേ അത് പെട്ടെന്ന് തിരിച്ചറിയുക എന്നതാണ് രാഷ്ട്രീയ വിവേകം. അത് തിരിച്ചറിഞ്ഞപ്പോൾ ബുദ്ധിപൂർവം ഇന്ത്യ ഡൈവേഴ്സിഫൈഡ് ഇറ്റ്സ് പർച്ചേസസ്, ഡൈവേഴ്സിഫൈഡ് ദ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ തേടണം, അതാവശ്യമാണ്. 1. 2, ആത്മനിർഭർ ഭാരത്, അല്ലേ? സ്വയം നിർണ്ണയ അവകാശം. നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് മെച്ചപ്പെടുത്തിയെടുക്കുക, ഡൊമസ്റ്റിക് കൺസംഷൻ കൂട്ടുക, ഡൊമസ്റ്റിക് ഉൽപ്പാദനം കൂട്ടുക. ഇതൊക്കെ തന്നെ ആവശ്യമാണ്, സ്വദേശി ആവശ്യമാണ് എന്ന് വൈകി വന്ന ഒരു തിരിച്ചറിവ്. അതൊക്കെ നയത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റുകൾ പറ്റാം, കാൽക്കുലേഷൻ പെശകാം, പക്ഷേ തിരുത്തലുകൾ ഉണ്ടാവുക എന്നതാണ് പ്രധാനം. അങ്ങനെ തിരുത്തുമ്പോൾ പ്രതിപക്ഷം അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. കാരണം അതിന് നൽകുന്ന ക്രിയാത്മകമായ സഹകരണമാണ് ഈ മൗനം എന്ന് തന്നെയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എന്തായാലും ലോകത്തെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാർ എന്നതാണ് ഇന്ത്യ യൂറോപ്യൻ വ്യാപാര കരാറിന് നൽകുന്ന വിശേഷണം. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന വിശേഷണം നൽകിയിരിക്കുകയാണ്. ഇനി ട്രംപിന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകം. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ട്രംപിനുള്ള മറുപടിയാണെന്ന് 88% പ്രേക്ഷകർ, അല്ല എന്ന് 9%.
വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.